ഇവൻ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുകയാണ്. അതിനുശേഷം അവൻ അത് മറിച്ച് വിൽക്കാൻ നോക്കുന്നു. പക്ഷേ അവൻ വാങ്ങിയ റേറ്റിൽ തന്നെയാണ് ആ കാറിന് വില ചോദിച്ചു വന്നത്. അവൻ ദേഷ്യം പിടിച്ച് ഉടൻ തന്നെ ഒരു ഐഡിയ ചെയ്യുകയാണ്. ഒടുവിൽ അവൻ അത് മോഡിഫൈ ചെയ്ത് വിൽക്കാൻ തന്നെ നോക്കുന്നു. അടുത്ത നിമിഷം തന്നെ അവൻ കാറിന്റെ പെയിന്റ് എല്ലാം തന്നെ ഉരച്ചു മാറ്റുകയാണ്. ആ സമയത്താണ് ബോഡിയിലെല്ലാം തന്നെ ഗോൾഡ് കളർ ആയിരിക്കുന്നതായി മനസ്സിലായത്. സംശയം തോന്നി അവൻ ബോണറ്റ് തുറന്നു നോക്കിയതിനു ശേഷം ബോണറ്റിനുള്ളിലെ പെയിന്റും ചുരണ്ടി നോക്കുന്നു. അതെ, അവിടെയും ഗോൾഡ് കളർ ആയിരുന്നു. അവന് കിട്ടിയത് ഒരു സ്വർണ്ണ കാറാണെന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം ആരും കാണാതെ അവൻ പെയിന്റ് ചുരണ്ടിയ ഭാഗത്തെല്ലാം തന്നെ വൈറ്റ് പെയിന്റ് അടിക്കുന്നു. സംശയം തീർക്കാൻ വേണ്ടി അവൻ സൈലൻസറിന്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് നേരെ സ്വർണ്ണക്കടക്കാരന്റെ അടുത്തേക്ക് പോവുകയാണ്. കടക്കാരനാകട്ടെ അന്നത്തെ റേറ്റ് അവനെ കാണിക്കുന്നു. അതിനുശേഷം ആ പീസ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അതെ, പ്യുവർ ഗോൾഡ് ആണെന്ന് പറയുകയാണ്. ഉടൻ തന്നെ അതിന്റെ വില കൊടുത്തതിന് ശേഷം അവന്റെ നമ്പറും ആ സ്വർണ്ണക്കടക്കാരൻ അവിടെ എഴുതി വെക്കുകയാണ്. പക്ഷേ ശരിക്കും അവന്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അവന്റെ കയ്യിൽ ഈ സ്വർണ്ണക്കാറുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു ടീം അവന്റെ പുറകിന് കൂടുകയാണ്. അപായപ്പെടുത്തി ആ സ്വർണ്ണക്കാർ തിരിച്ചു പിടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്.